മറ്റേ ജസ്ന മറ്റേ ഇല്ല യൂട്യൂബർ അതന്നെ സത്യാണ്. സുഖാണ്. ആ സുഖായിട്ടിരിക്കുന്നെ. കൃഷ്ണന്റെ പടം വരയ്ക്കണേന്ന് പറഞ്ഞപ്പോഴേ സത്യാണ്. ആടോ തന്നെ. ഹലോ ഹലോ. ആ സൗണ്ട് ഇത് തന്നെ. സുഖം തന്നെ. ഓ സുഖായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എല്ലാ വീഡിയോകളെല്ലാം കാണാറുണ്ട്. ഓക്കെ. അപ്പൊ എനിക്കതിൽ ഒരു കാര്യം പറയാനുള്ള മോളെ, നമ്മൾ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രതികരിച്ചു നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് കണക്കാക്കുക. എല്ലാം കണ്ടില്ല കേട്ടില്ല അല്ല ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരാളിനെ പുകഴ്ത്തി പറഞ്ഞാൽ അവൻ സുഹൃത്താവും, സത്യം പറഞ്ഞാൽ അവൻ ഇതാവും, കള്ളനാവും. ഇതാണ് ഇന്നത്തെ കാലം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കുറേയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വിചാരിച്ചു. എനിക്ക് കൊണ്ടൊരു മോള്, ഞാൻ ഒരുപാട് പെൺകൊച്ചുങ്ങൾ ഞാൻ പറഞ്ഞു, ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ, ഹെവി ഡ്രൈവിംഗ് സ്കൂൾ എനിക്ക് 2-3 സ്കൂളുണ്ട്. എന്റെ പഠിക്കാൻ വരുന്നതിൽ 99% പെൺകൊച്ചുങ്ങളാണ്, എന്റെ മക്കളെ പോലെയാണ്. ഞാൻ ഈ വീഡിയോകളെല്ലാം കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെയൊക്കെ കണ്ട വീഡിയോ കണ്ടിട്ട് വിഷമം തോന്നിയിട്ട്, മോള് പറയുന്നത് കേട്ടിട്ടുള്ള വിഷമം തോന്നിയിട്ട് ഞാൻ വിളിച്ചതാണ്. ഞാൻ നമ്പർ എടുത്തിട്ട് നമ്മൾ അത്രയും പ്രതികരിക്കാൻ നിൽക്കണ്ട, വിട്ടുകളെ. നമുക്കിപ്പോ ഈ ആൾക്കാര് കുറെ ആൾക്കാർ ഇങ്ങനെയാണ്. അവരിങ്ങനെ ആൾക്കാർ ഇപ്പൊ നല്ലത് ചെയ്തെന്ന് പറയില്ല, അഴുക്ക ചെയ്താൽ അതിന് കുത്തിപ്പോക്കും. അതാണ് ഇന്നത്തെ കാലം. നമ്മളത് വിട്ടുകളെ. നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ പ്രവൃത്തിയിൽ കോൺസെൻട്രേഷൻ ചെയ്യും. അതാണ് നല്ലത്. അല്ലാതെ നമ്മൾ എല്ലാത്തിനും പ്രതികരിക്കാൻ നിൽക്കണ്ട. അത്യാവശ്യം പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പ്രതികരിക്കണം, അത് വേറൊരു സത്യം. എന്നാലും നമ്മളിപ്പോ അതില് നമ്പറൊക്കെ ചില സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രതികരിച്ചു പോകും. സത്യമാണ്. നമ്മൾ ചിലപ്പോ ഹോസ്പിറ്റലിൽ നിൽക്കുകയോ അല്ലെ വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നിൽക്കുകയൊക്കെ സമയത്തായിരിക്കും ഇവന്മാര് വിളിച്ചിട്ട് തെറിയും തോന്നിയോ അസോ എന്തൊക്കെ ചേട്ടൻ കാണുന്നതല്ലേ എന്റെ സോഷ്യൽ മീഡിയ. പ്രായമായ കിളവന്മാര് വരെ ഒരു ദിവസത്തേക്ക് എന്നെ കിട്ടുമെന്നൊക്കെ ചോദിച്ച് വിളിക്കുമ്പോ നമ്മൾ എങ്ങനെയായിട്ടാ പ്രതികരിക്കാണ്ടായി അതൊക്കെ തന്നെ. അതൊക്കെ നമ്മള് പറഞ്ഞല്ലോ, ഒരു ചെവി കൂടെ കേൾക്കുക, മറ്റേ ചെവി കൂടെ അത് കളയുക. ആ ഒരു റേഞ്ചിൽ നമ്മള് പരിശീലനം ചെയ്തെടുക്കണം. അതാണ് വേണ്ടത്. ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഒരു മോളേ ഉള്ളൂ. ആ മോള് ദുബൈയിൽ സെറ്റിലാണ്. കൊച്ചുങ്ങൾ എല്ലാവരും ദുബൈയിലാണ് നിൽക്കുന്നത്. ഞാനും എന്റെ വൈഫും മാത്രമേ ഇവിടെ ഉള്ളു. അപ്പം ഞാൻ എന്റെ വൈഫിനെ ഇപ്പൊ പറഞ്ഞ് പഠിപ്പിക്കുന്നറിയാമോ? ഇപ്പം എപ്പോഴും വിളിക്കും, എടീ നീ എവിടെ ഇരിക്കുന്നത് എന്നും വേണ്ട, അമ്മച്ചിനെ എപ്പോഴും വിളിക്കും, സംസാരിക്കും, പറയും, എല്ലാം ചെയ്യും. മനസ്സിലായ? അപ്പൊ ഞാൻ അവളോട് പറയും, ഈ വിളി ഇനി ഒന്നിരാടാവും, ഒരാഴ്ചയിലാവും, പിന്നീട് അവരിപ്പോ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് ബിസി ആവും, അത് ഒരു മാസത്തിലാവും. അവ ഇപ്പോഴേ മനസ്സ് പാകമാക്കി എടുത്താൽ അമ്മക്ക് അന്ന് വിഷമം വരില്ല. ഉള്ളതല്ലേ ഞാൻ പറഞ്ഞ ഇല്ലേ? അപ്പൊ ഇപ്പോഴേ ആ മനസ്സ് നമ്മൾ അങ്ങനെ ആക്കി എടുക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് 2 ദിവസം വിളിച്ചില്ലെങ്കിൽ നമുക്ക് ആ വിഷമം വരത്തില്ല, അല്ലെങ്കിൽ വിഷമം വരൂലേ? അപ്പൊ എന്നാണ് ഞാൻ എന്റെ പെണ്ണുമ്പിള്ളയെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മനസ്സ് പാകമാക്കി എടുക്കണം. അതാണ്ട് എനിക്കിപ്പോ 2 മക്കൾ ഇപ്പൊ ഇവിടെ വന്നേ, ഞാൻ കൊടുക്കാം. ഇനി ഒന്നാണ്ടി ഇനി ഒന്നാണ് ദാണ്ട, ഇതൊരു താത്തയാണ്. ഹലോ ഹലോ, ഞാൻ ജസ്ന എന്നാണ് പേര്. ജസ്ന എന്നാണ് പേര്. എന്റെ പേരും ജസ്ന എന്നാണ്. അതെയോ? ഇവിടെ പഠിക്കാൻ വന്നേണ്. അതെയോ? എന്താ കാറ് പഠിക്കാനാ? കാറും ബൈക്കും. സ്കൂട്ടി ഉണ്ടായിരുന്നു, അപ്പൊ ബൈക്കും കൂടെ എടുക്കാനായിട്ട് വന്നത്. ഓ ആയിക്കോട്ടെ. ഓൾ ദി ബെസ്റ്റ്. മറ്റേ ജസ്ന മറ്റേ ഇല്ല യൂട്യൂബർ. അതന്നെ സത്യാണ്. സുഖാണ്. ആ സുഖായിട്ടിരിക്കുന്നെ. കൃഷ്ണന്റെ പടം വരയ്ക്കണേന്ന് പറഞ്ഞപ്പോഴേ സത്യാണ്. ആടോ തന്നെ. ഹലോ ആ സൗണ്ട് ഇത് തന്നെ. സുഖം തന്നെ. ഓ സുഖായിട്ടിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിട്ടിരിക്കുന്നു ചേച്ചി. തന്നെ. അണ്ണനെ എങ്ങനെ പരിചയം? അവര് നമ്പർ കണ്ടിട്ട് എന്നെ വിളിച്ചതാണ്. തന്നെ. ഏതായാലും 2 പേരും നന്നായിട്ട് പഠിക്കുക. ഡ്രൈവിംഗ് എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്.
ഞാൻ കാണാറുണ്ട് ബസ്സൊക്കെ ഓട്ടിക്കുന്നതും എല്ലാം കാണാറുണ്ട്. ഓ ആയിക്കോട്ടെ, താങ്ക് യു. ആരെന്തൊരു പറഞ്ഞാലും ഒന്നും മൈൻഡ് ചെയ്യാൻ പോരുത്. നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മള് അതേ കണക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും അമ്മ വിഷമിക്കാനോ ഒന്നിനും പോകരുത്. അതേ എനിക്കും പറയാനുള്ളത്. നമ്മളെപ്പോഴും അമ്മാണ് എപ്പോഴും വീഡിയോ കാണും. എപ്പോഴും ഇൻസ്റ്റ തുറന്ന് ഇയാടെ വീഡിയോയേ ഉള്ളൂ. താങ്ക് യു, താങ്ക് യു. പിന്നെ മോന് എന്ത് സുഖം തന്നെ? ആ മോനും മോളൊക്കെ സുഖമായിട്ടിരിക്കുന്നേ. എന്തായാലും സംസാരിക്കാൻ പറ്റിയ സന്തോഷം. ഓ എനിക്ക് അതിനെക്കാട്ടിലും സന്തോഷം. ഓക്കെ ചേട്ടാ. എന്നാലും അവര് എനിക്ക് പറഞ്ഞില്ലേ, എനിക്ക് ഇവിടെ 99% പെൺമക്കളും അതിനുപരി മുസ്ലിംസ് ആണ് കംപ്ലീറ്റ്. ഞാൻ ഹിന്ദുവാണ്. ഞാനിവിടെ എങ്ങനെയാണെന്നൊക്കെ അവരോട് ചോദിച്ചു നോക്കും. ആ രീതിയിലാണ് നമ്മളിവിടെ. അതുകൊണ്ട് എല്ലാം നമ്മൾ പ്രതികരിക്കാനേ നിൽക്കണ്ട. കുറെ എല്ലാം വിട്ടയക്കണം. നമ്മളുടെ പ്രവൃത്തിയിൽ മുഴുകുക, അത്രേ ഉള്ളൂ. ഇങ്ങനെ പറയാനുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന്റെ പുറകെ നിന്ന് പോകുമ്പോഴത്തേക്ക് നമ്മുടെ സമയം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെല്ലാം ഇതിലുള്ളതാണെന്ന് കണക്കാക്കണം. ഓക്കെ. എന്റെ പേര് ബൈജു മാമൻ. എന്നെ ഇവിടെ എന്റെ പ്രായമുള്ളവർ ഒരു മാമാന്നേ വിളിക്കോളൂ. അല്ല സാറേ എന്ന് വിളിക്കാൻ നമുക്ക് ഇവിടെ അനുവാദമില്ല. അപ്പൊ നമ്പർ സേവ് ചെയ്തിടണം. എന്റെ മോളെ പേര് വർഷ. വല്ലപ്പോഴും മെസ്സേജ് ഒക്കെ അയക്കണം. ഓ ആയിക്കോട്ടെ. ശരി, താങ്ക് യു.